പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബത്തേരിയിലുള്ള അസംഷൻ ജംഗ്ഷനിലാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം എല്ലാവർക്കും. വയനാടിൻ്റെ സാമ്പത്തിക മേഖല ഇപ്പോൾ നിലനിൽക്കുന്നത് ടൂറിസത്തെ ആശ്രയിച്ചാണ്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മളിപ്പോഴും മുൻപന്തിയിലെത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മികച്ച റോഡുകളും ഹൈവേകളും ആണ്, അതിനനുസരിച്ചുള്ള ബൈപ്പാസുകളും. ബത്തേരി നഗരം മിക്കപ്പോഴും ഗതാഗത കുരുക്കിൽ അകപ്പെടുകയാണ് പതിവ്. ഇവിടെ ദേശീയപാതയ്ക്ക് ഒരു ബൈപ്പാസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരും വ്യാപാരികളുമാണ്. അവധി ദിവസങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും കൊണ്ട് ടൗണിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പലപ്പോഴും വാഹനം കൊണ്ടുവന്നാൽ പോലും വളരെ ദൂരെ ഇട്ടിട്ട് ടൗണിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ദേശീയപാതയ്ക്കൊരു ബൈപ്പാസ് അനുവദിക്കുക എന്നുള്ളതാണ്. ബത്തേരി ജനതയുടെ ബൈപ്പാസ് എന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബത്തേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു മിനി ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്രയും ഗതാഗത തിരക്ക് വരുമ്പോൾ ആ റോഡ് ഉപയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ 4 വരി ബൈപ്പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ടൗണിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ആഘോഷ ദിവസങ്ങളിലും തിരക്ക് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. തിരക്ക് കുറച്ചില്ലെങ്കിൽ വ്യാപാരത്തെയും വ്യവസായ മേഖലയും റെസ്റ്റോറൻറ്റ് മേഖലയും ഇത് സാരമായി ബാധിക്കും. കാരണം ആളുകൾക്ക് വാഹനം നിർത്തി പർച്ചേസ് ചെയ്യാനോ റെസ്റ്റോറൻറ്റിൽ വരാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ബത്തേരിയിൽ ദേശീയപാതയുടെ ഒരു ബൈപ്പാസ് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഒട്ടപ്പൻകുളത്ത് നിന്ന് ആരംഭിച്ച് താളൂർ റോഡ് ഊട്ടി റോഡും കട്ട് ചെയ്ത് തിരുനെല്ലിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ബൈപ്പാസ് നിർമ്മിക്കുകയാണെങ്കിൽ ടൗണിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജനങ്ങൾക്ക് ബാംഗ്ലൂർ റൂട്ടിലേക്ക് എത്താൻ കഴിയും. ഇതാണ് ടൗണിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. അതിന് പ്ലാനും പദ്ധതിയും തയ്യാറാക്കി അധികൃതർ എത്രയും പെട്ടെന്ന് ശ്രമിക്കുകയാണെങ്കിൽ ബത്തേരി ടൗണിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ബത്തേരി പട്ടണത്തിൽ പുതിയ ബൈപ്പാസ് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ബത്തേരിയുടെ വ്യാപാര വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് ലഭിക്കും. ബൈപ്പാസ് വരുന്നതോടുകൂടി ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാകുന്നതോടെ ആളുകൾ നഗരത്തിലേക്ക് വരുവാനും അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുവാനും അവർക്ക് കഴിയും. ആയതുകൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.